ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സമാധാനമായി. ഇനി വേണമെങ്കിൽ ഞാൻ എന്റെ തോളിലെടുത്തോണ്ട് നടന്നോളാം. ചൂണ്ടിക്കാണിക്കാൻ ഒരുപാടൊന്നും ഇല്ലടോ എനിക്ക്. തന്നെ സംരക്ഷിക്കാവുന്നൊരു ഉറപ്പ് എന്റെ നെഞ്ചിലുണ്ട്. നീ പോണം. പോകണ്ടേ? സർ, ജീവൻ പാടത്തുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട് സർ. മിസ്റ്റർ ഹരി അയാളെ കുഴപ്പക്കാരനാണ്. കോടതി വിധിച്ച പോലെ അയാൾ മനോരോഗിയല്ലെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. പക്ഷേ കോടതിക്ക് തെളിവുകളാണല്ലോ പ്രധാനം. സർ, ജീവന്റെ മനസ്സിലുള്ള പക ഒരിക്കലും അവസാനിക്കില്ല. ഞങ്ങളെയൊക്കെ കൊല്ലാൻ തന്നെയാവും അയാൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. തട്ടുകടയിൽ നടന്ന കേസിന്റെ പേരിൽ ഞങ്ങൾ അയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കണ്ടെത്തിയാലും വീണ്ടും കോടതിയിൽ ഹാജരാക്കാനല്ലേ പറ്റൂ സർ. അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ലൈസൻസ് അയാൾ മേടിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങളുടെ ആശങ്ക എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കും ചില പരിധികളുണ്ടല്ലോ. നിങ്ങൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ. നിങ്ങൾക്ക് സംശയമോ ബുദ്ധിമുട്ടോ തോന്നുന്ന കാര്യത്തിൽ നിങ്ങൾ വിളിച്ച ഞങ്ങളുടെ സഹായം എപ്പോഴും ഉണ്ടാവും. അറിയാം സർ. പ്രത്യേകിച്ച് നടപടിയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ഞാനിതൊരു മുൻകരുതലായിട്ട് ഇവിടെ തന്നേ ഉള്ളൂ. ശരി, ഞങ്ങൾ അന്വേഷിക്കാം. ശരി സർ. പിന്നെ സർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ക്ഷമിക്കാവുന്നതിന്റെ അത്രയും നിത്യ ക്ഷമിച്ചിട്ടുണ്ട്. ഒരു ജന്മം മുഴുവൻ അനുഭവിച്ച് തീർക്കാനുള്ള വേദന അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. ഒരു കടലോളം കരഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ നിത്യ എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയെ വേദനിപ്പിക്കുന്ന ഒരാളെയും എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്തു പോയാൽ അത് ഞങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നേ സാറ് കരുതാവൂ. ഇറങ്ങിക്കോട്ടെ സർ. ശരി. എടോ, കോടതിയിൽ നിന്ന് ഇറങ്ങിയവനെ കരുതി കൂട്ടിയാണല്ലോ. അവൻ മിക്കവാറും ആരുടെയും കൈകൊണ്ട് തീരും. തന്റെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. താൻ ഇവിടെ ഒന്ന് ഇരിക്കെ. ഇവിടെ ഇരിക്കെ. താൻ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോഴേ ഒന്ന് രണ്ടു വട്ടം ഞാൻ അങ്ങോട്ട് വന്നിരുന്നു. അയ്യോ, ഞാൻ കണ്ടില്ല. കാണില്ല? അല്ല, അത്രയും കടുത്ത ചിന്തയിലായിരുന്നല്ലോ താൻ. എനിക്കതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. അല്ല, നമ്മളിനി എങ്ങനെയാ മുമ്പോട്ട് ജീവിക്കേണ്ടത്? ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? നമ്മുടെ മുമ്പിൽ രണ്ട് മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ പേടിച്ചൊതുങ്ങി എപ്പോഴോ വരാനുള്ളൊരു വിപത്തിനെ ഭയന്ന് ഒന്നും ചെയ്യാതെ നടക്കുക, അല്ലെങ്കിൽ എന്തും നേരിടാനുള്ള ചങ്കൂറ്റത്തോടെ ചെയ്തതൊക്കെ പൂർത്തിയാക്കുക. അതിനാ എനിക്ക് തന്റെ അഭിപ്രായം അറിയേണ്ടത്. ഹരി, ഞാൻ കാരണം അത് ഇതൊക്കെ താനൊന്ന് നിർത്ത്. താൻ കാരണം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. തന്നെ ഞാൻ കൈപിടിച്ച് സ്വീകരിച്ചപ്പോ തന്റെ ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം ഞാൻ ഒന്നിച്ചാ സ്വീകരിച്ചത്. അതിന് തന്നോട് ഞാൻ ഒരിക്കലും പരാതി പറയില്ല. ഒരു വാക്കുകൊണ്ട് പോലും പരാതി പറയില്ല. പിന്നെ ഇപ്പോഴുള്ള പേടി, അതിനെ മറികടക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇടോ, അറിയുന്നതും അറിയാത്തതുമായിട്ട് ഓരോ മനുഷ്യർക്കും ഒരുപാട് ശത്രുക്കളുണ്ട്. അവര് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കോ അതോ നമുക്കെതിരെ എന്തെങ്കിലും ആസൂത്രണം ചെയ്തതായിരിക്കോ എന്നൊക്കെ, അങ്ങനെയൊക്കെ കരുതിയാൽ നമ്മുടെ ജീവിതം തീർന്നു. നമുക്ക് ജീവിക്കണ്ടേ നിത്യ? നമ്മള് സ്വപ്നം കാണുന്നൊരു ജീവിതം യാഥാർത്ഥ്യമാക്കണ്ടേ? നോക്കേ, എല്ലാം അങ്ങ് വിട്ടുകളഞ്ഞേക്ക് ഹരി എന്ന് പറഞ്ഞ ഞാൻ റെഡിയാ.
എന്റെ ഉള്ളിൽ വല്ലാതെ പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അത് സത്യം. പക്ഷേ മുമ്പ് എങ്ങും ഇല്ലാത്തൊരു ധൈര്യം ഇപ്പൊ എനിക്കുണ്ട്. അത് ഞാൻ ഹരിയുടെ കൂടെയാണെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാ. ഇടയ്ക്കൊന്ന് പതറിപ്പോകുമ്പോ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. നമ്മൾ തുടങ്ങി വെച്ചതൊന്നും വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. നമുക്ക് ജീവിക്കണം. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്നത് പോലെ ജീവിക്കണം. എന്റെ അച്ഛനെ കൊന്ന് എന്നെ ഒന്നും ഇല്ലാതാക്കി മാറ്റിയ ആളാണ് അയാള്. ഞാൻ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നത് അയാൾ കാണണം. ആ ഇപ്പൊ കൊള്ളാം. ഈ ഒരു ചിന്ത മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാതെ ഇനി ഒന്ന് നടന്നും ചവിട്ടുന്ന ഭൂമിയിൽ ഉറച്ച് ചവിട്ടിയും എതിരെ വരുന്നവരെ സൂക്ഷിച്ച് നോക്കിയും കരുത്തുള്ളൊരു പെണ്ണായിട്ട് നീ എന്റെ കൂടെ വാ. ഈ വെല്ലുവിളിക്കുന്നവരെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ തന്നെ ഇറങ്ങണോ വെല്ലുവിളിക്കാൻ? എന്തായാലും ഇപ്പൊ നമുക്ക് പരസ്പരം നമ്മുടെ പേടി മാറ്റാം. എന്നിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം. എന്താ? ഓ, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സമാധാനമായി. ദേ, ഇനി വേണമെങ്കിൽ ഞാൻ എന്റെ തോളിലെടുത്തോണ്ട് നടന്നോളാം. ചൂണ്ടിക്കാണിക്കാൻ ഒരുപാടൊന്നും ഇല്ലടോ എനിക്ക്. തന്നെ സംരക്ഷിക്കാവുന്നൊരു ഉറപ്പ് എന്റെ നെഞ്ചിലുണ്ട്. അതിൽ നീ സുരക്ഷിതയായിരിക്കും. മോള് കഴിച്ചായിരുന്നോ? അവള് കഴിച്ച് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടന്നുറങ്ങി. അമ്മയ്ക്കിപ്പോ അവളെ വലിയ കാര്യമാണല്ലോ, കുറെ കഥകളൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തു പറ്റി വിപിൻ? ചില കാര്യങ്ങൾ ആലോചിച്ചപ്പോ എന്തോ ഒരു ടെൻഷൻ. എന്ത് ടെൻഷൻ? അതല്ലടോ, തന്നെ മോളെയും കൂട്ടിക്കൊണ്ട് വന്നാല് സ്വത്തൊക്കെ എന്റെ പേരിലോട്ട് എഴുത്തരാന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പൊ ഇത്രയും ദിവസം ആയില്ലേ, അച്ഛന്റെ ഭാഗത്തൊന്നും ഒരനക്കവും ഇല്ല. സ്വത്ത് അച്ഛന്റെ പേരിൽ തന്നെ ഇരുന്നാൽ എന്താ കുഴപ്പം? എപ്പോഴായാലും അത് വിപിനുള്ളത് തന്നെയല്ലേ. കാരണന്മാരൊക്കെ ആയിരിക്കും സ്വത്തിനൊരു കുഴപ്പമുണ്ട്. അതിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, വളരില്ല, വർദ്ധിക്കില്ല. ഇവർക്ക് പ്രത്യേകിച്ച് ബിസിനസ് ഒന്നും അറിയില്ല. തേങ്ങയുടെ കണക്ക്, നെല്ലിക്കയുടെ കണക്ക്, അങ്ങനെ ചില പാരമ്പര്യ ബിസിനസ്സുകളെ കുറിച്ച് അവർക്ക് അറിയും. മധുര നൊമ്പരക്കാറ്റ്